തിരുവനന്തപുരം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് സസ്പെൻഷൻ മാത്രം. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം. കടുത്ത നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നിരുന്നു. കുറ്റപത്രം വന്നിട്ട് ബാക്കി നടപടി ആലോചിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസ് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വിശദീകരണം ചോദിക്കും. ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, നടപടി കൂടുതൽ കടുത്തതാകുമെന്ന് സൂചനയുണ്ടായിരുന്നു. പക്ഷേ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയതിനുള്ള ന്യായീകരണം എന്താണ്? അജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത നടപടി ഉണ്ടാകും, അല്ല ഒരുപക്ഷെ പത്മകുമാർ പാർട്ടിക്ക് പുറത്തു പോകും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രവർത്തകരും സംസ്ഥാന തലത്തിന്റെ ഒക്കെ നേരത്തെയുള്ള ചർച്ചകളും തീരുമാനങ്ങളും അത്തരത്തിലുണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റിക്കാണ് തീരുമാനമെടുക്കാൻ വേണ്ടി വിട്ടത്. എന്തായാലും രാവിലെ മുതൽ കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പത്മകുമാറിന് അവസാന നിമിഷം വന്നപ്പോൾ പത്മകുമാറിന് സസ്പെൻഷൻ മാത്രമാണ് ഉള്ളത്. അത് പ്രധാനമായും കൂടുതൽ നടപടി വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. ആ വിശദീകരണങ്ങൾ തൃപ്തികരമല്ല. അതുകൊണ്ട് കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്നതിന് ശേഷം ആ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യമുണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് പോകാമെന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും സസ്പെൻഷൻ മാത്രമാണ്. എത്ര കാലാവധി എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമല്ല. SIT കുറ്റപത്രം സമർപ്പിച്ചാൽ ആ കുറ്റപത്രത്തിൽ എന്തെങ്കിലും പത്മകുമാറിന് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷമായിരിക്കും ആ സസ്പെൻഷൻ അപ്പുറത്തേക്ക് മറ്റ് ഗുരുതരമായ നടപടിയിലേക്ക് പാർട്ടി പോകത്തുള്ളൂ എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. പക്ഷേ ഒരു ചോദ്യം ഉയർന്നത്, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പാർട്ടി പോയില്ല എന്നൊരു ചോദ്യം കൂടി മറ്റ് ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റി അടക്കം ചർച്ച ചെയ്ത വിഷയമാണ്. അതിന് കാരണക്കാരൻ പത്മകുമാറാണ്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ മാത്രം ഒതുക്കി എന്നുള്ള കാര്യം വരുമ്പോഴാണ് സ്വാഭാവിക ഇത്തരം ചോദ്യം ഉയർന്നത്. അതിന് കാരണമായി പറയുന്ന ചില കാരണങ്ങൾ, സൂചനകൾ കൂടിയുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു. അത് പുറത്തു പറയും. ചില പാർട്ടിയിൽ ഉന്നതരുടെ പേരുകൾ പറയാനുണ്ട്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. പത്മകുമാർ തങ്ങളുടെ സുഹൃത്തുക്കളോട് മാധ്യമങ്ങളോട് അല്ലാതെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പേരിൽ ഒരു ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞാൽ അതിൽ ഉന്നതർ കുടുങ്ങും എന്ന കാര്യം പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു. ആ സമ്മർദ്ദമാണോ ഈ സസ്പെൻഷനിലേക്ക് ഒതുങ്ങിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ കൃത്യമായി പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന ഉച്ചവരെയുള്ള തീരുമാനത്തിലൊക്കെ പലപ്പോഴും പുറത്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം പാർട്ടിയിൽ നിന്നും പത്മകുമാറിനെ പുറത്താക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അവസാന നിമിഷം ജില്ലാ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരുപക്ഷെ പാർട്ടിയിലെ മറ്റ് പ്രവർത്തകരുടെയൊക്കെ ആവശ്യത്തിന് വിഘാതമായി പാർട്ടിയെ സമ്മർദ്ദത്തിലായിക്കൊണ്ട് പത്മകുമാർ സസ്പെൻഷനിൽ മാത്രം പത്മകുമാറിനെ ഒതുക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും പത്മകുമാർ വിവാദമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും പാർട്ടി യാതൊരു നടപടിയും പത്മകുമാറിനെതിരെ എടുത്തിട്ടില്ല. അത് സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള കടുത്ത നടപടികൾ ഈ യുവതി പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അടക്കം പത്മകുമാറിനോട് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാൻ തീരുമാനിച്ചില്ല. അതിൽ എടുത്തൊരു നടപടി ആകെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിൽ മാറ്റി നിർത്തി എന്നുള്ള കാര്യം മാത്രമാണ് പാർട്ടി എടുത്തുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പത്മകുമാർ നൽകിയ വിശദീകരണത്തിന് ഒരു നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി. സസ്പെൻഷൻ മാത്രം, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ പത്മകുമാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. കുറ്റപത്രം വന്നതിന് ശേഷം മറ്റ് കടുത്ത നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ആത്മകഥയ്ക്കകത്ത് കൃത്യമായി പല നേതാക്കളുടെ പേരുകൾ പരാമർശിക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം പത്മകുമാർ പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം അദ്ദേഹം എഴുതിക്കോട്ടെ, അതിൽ പാർട്ടി നേതാക്കൾക്കോ ഞങ്ങൾക്കോ പങ്കില്ല, അദ്ദേഹം എഴുതിക്കോട്ടെ എന്നുള്ള നിലപാടാണ് പാർട്ടിയുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പത്മകുമാറിന്റെ സമ്മർദ്ദത്തിന് ഭീഷണിക്ക് വഴങ്ങുകയാണോ CPM നേതൃത്വം ചെയ്തിരിക്കുന്നത്? അതല്ല ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അതേപടി സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കും? അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും കാത്തിരിക്കണം. വലിയ നീക്കങ്ങളാണ് CPM നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.